ഹലോ, ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ പറ്റുക. രണ്ട് രീതിയിൽ ഇത് ഉണ്ടാക്കാം. പച്ചരി കുതിർത്ത് അരച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ പച്ചരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമ്മളിന്ന് പച്ചരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നത്. ആദ്യമേ തന്നെ നമ്മളൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറോ പാത്രമോ എന്തെങ്കിലും എടുക്കാം. മിക്സി ജാറാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് വളരെ സിമ്പിളായിട്ട് തീരും, അതുകൊണ്ടാണ് അത് എടുത്തത്. ആദ്യമേ തന്നെ 3 വലിയ സ്പൂണോളം വറുത്ത പച്ചരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ 3 സ്പൂണ് വറുത്ത പച്ചരിപ്പൊടിക്ക് നമുക്ക് 1.5 സ്പൂണോളം മൈദപ്പൊടി ചേർക്കാം. 2 സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ മൈദ കുറച്ചതാണ്, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്. പഞ്ചസാര വളരെ കുറച്ച് ചേർത്താൽ മതി. ഉപ്പും മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 3 ഏലക്കായ ചേർത്ത് കൊടുക്കാം. നമ്മളിനി ചേർക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ് കേട്ടോ. ആ മുട്ട കാണുമ്പോൾ ഇത് ഒറിജിനലാണോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായി. കാരണം 2 സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നു. അത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഈ മുട്ടയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം, ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം വെള്ളം തന്നെ ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ട് വേണം ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കേട്ടോ. അങ്ങനെ 2 കറക്കുമ്പോഴത്തേനും ഇത് ശരിക്കും ഒന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ടാവും. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ചുടാൻ തുടങ്ങാം കേട്ടോ. എന്നാൽ ഈ അരിപ്പൊടിയൊക്കെ ഒന്ന് കുറച്ചുകൂടെ ആ വെള്ളത്തിൽ ഒന്ന് സോക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിന് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഒരു അരമണിക്കൂർ അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലത്. അല്ല സമയമില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അതിന് വേണ്ടി നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വലിയൊരു തേങ്ങ എടുത്ത് അതിനെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ തന്നെ നമുക്കൊരു അപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ചെറിയൊരു കരണ്ടി അല്ലെങ്കിൽ ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ ചുറ്റിക്കില്ലേ, അപ്പം ചുറ്റിക്കുന്ന മാതിരി ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 സെക്കൻഡിനുള്ളിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അതിനാണ് നമ്മൾ വളരെ നൈസായിട്ട് അതായത് കുറച്ച് വെള്ളം പോലെ മാവുണ്ടാക്കുന്നത്. അപ്പോൾ ഈ 3 സ്പൂണ് അരിപ്പൊടിക്കൊക്കെ നമുക്ക് കുറച്ച് അധികം തന്നെ അപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചുട്ടെടുത്ത അപ്പത്തിലേക്ക് പഞ്ചസാരയും തേങ്ങയും ഇട്ട് 2 സൈഡും മടക്കിയിട്ട് പിന്നെ ഉള്ളിലേക്ക് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അപ്പം വളരെ സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എളുപ്പമല്ലേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. ഇപ്പോൾ നോമ്പ് കാലമൊക്കെ ആകുമ്പോൾ രാവിലെ നമുക്ക് വീണ്ടും എണിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ, കുട്ടികൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഈസിയാണ്. അതുപോലെ തന്നെ സ്കൂളിലേക്കും കൊടുത്തുവിടാം, സ്നാക്സ് ആക്കിയിട്ടും കൊടുത്തുവിടാം. വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും എളുപ്പമാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെ മുട്ടപ്പാലട എന്നാണ് പറയാം. അപ്പം നമ്മളിങ്ങനെ ചുറ്റുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ, അങ്ങനെ 2 സൈഡും മടക്കിയിട്ട് ഉള്ളിലേക്ക് ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ച് കടിച്ച് കഴിക്കുമ്പോൾ ഉള്ളിലുള്ള ഫില്ലിങ്ങും താഴത്ത് പോവാതിരിക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഈസിയായിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ വലിയ യാതൊരു സ്കില്ലും ആവശ്യമില്ലാത്ത ഒരപ്പമാണ്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ നാടുകളിലൊക്കെ കല്യാണം കഴിഞ്ഞ് പുതിയ കല്യാണ ചെക്കനൊക്കെ വീട്ടിലേക്ക് വരില്ല, പെണ്ണും ചെക്കനൊക്കെ വരുന്ന സമയത്ത് മാപ്പിള നാഷ്ടിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രധാന വിഭവമാണ് കേട്ടോ ഇത്. മുട്ടപ്പാലട എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പേരെന്താണെന്ന് പറയണം. ഇന്ന് നമ്മൾ ഒരു 40ഓളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ മാവിൻ്റെ അളവിൽ 40 അപ്പത്തോളം കിട്ടിയിട്ടുണ്ട്. അച്ചൂട്ടൻ്റെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്ന് അവൻ്റെ സ്കൂളിൽ ഷെയറിംഗ് ഡേ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി തരണമെന്ന് മാം പ്രത്യേകം പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു ഫോർ